പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ TS എബ്രഹാം, നമ്മുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KC ജോൺ, ജനറൽ സെക്രട്ടറി ശ്രീ വത്സൻ എബ്രഹാം, കേരള സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ്സ്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ എല്ലാ റീജിയന്റെയും അതേ പ്രസിഡന്റ്മാർ, പാസ്റ്റേഴ്സ്, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. इस शाम के समय में मैं पास्टर TS एब्राहम का, पास्टर KC जॉन का, पास्टर वेल्सन एब्राहम का और जितने भी एग्जीक्यूटिव मेंबर्स हैं और जितने भी बोर्ड मेंबर्स हैं सभी का यीशु के नाम से मैं अभिनंदन करता हूं. ഇവിടെ ഫലം കായ്ക്കുക എന്നുള്ള ഒരു വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. यहाँ पर प्रचार करने वाले फलवंत किस तरह से बनना उसके साथ अलग अलग विषय के साथ में प्रचार करते हैं. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് അതേ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. इन सभी बातों को इकट्ठा मिलाकर पढ़ेंगे तभी हम सीख सकते हैं. ഇന്ന് രാത്രി എനിക്ക് തന്നിരിക്കുന്ന വിഷയം, आज रात को जो मुझे विषय दिया गया है, ഓവർകമിംഗ് സ്റ്റാഗ്നേഷൻ ഇൻ അവർ കോളിംഗ്സ് ആൻഡ് ചർച്ചസ്. हमारी बुलाहट और हमारी कलीसिया में सड़ाहट को दूर करना. സഭയിലും നമ്മുടെ വിളിയിലും സ്തംഭനമുണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട്? हमारे बुलाहट और हमारे कलीसिया में किस तरह से ये सड़ाहट है, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലത്തെ വിഷയം. उसके ऊपर हम कैसे विजय प्राप्त कर सकते हैं, वो है हमारा रात का विषय. ഈ സ്റ്റാഗ്നേഷനിൽ നമുക്ക് എങ്ങനെ മുന്നേറാൻ കഴിയും? ये सड़ाहट से हम कैसे आगे की ओर बढ़ सकते हैं. പ്രൈസ് ദി ലോർഡ്. हालेलुया. നമ്മള് പെന്തക്കോസ്ത് സഭയാണ്. हम पेंतिकोस्त कलीसिया है. റിവൈവൽ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. जागृति का जो अर्थ है वो विश्वासियों के लिए है. റിവൈവ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജീവിപ്പിക്കുക എന്നാണ്. जागृति का मतलब पुनर्जीवित करना, दोबारा जीवित करना. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ओ कन्वर्शन का मतलब परमेश्वर की ओर बदलना, परमेश्वर की ओर फिरना. Believer needs revival and the Gentiles need the conversion. और बिलीवर को यानी विश्वासी को जागृति की जरूरत है और अविश्वासी है जो अन्य जाति है उसको मन परिवर्तन की जरूरत है. 16ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറാണ് അത് നവീകരണത്തിന്റെ ജ്വാലയുമായി എഴുന്നേറ്റിയ ആള്. 16वीं शताब्दी में मार्टिन लूथर एक बड़ी क्रांति के साथ उठे. അദ്ദേഹത്തിന്റെ ഉണർവിനോട് കൂടിയാണ് യൂറോപ്പിന് ആഗമനമായി മാറ്റം വന്നത്. उनके जागृति के द्वारा यूरोप पूरा जागृत हुआ. അതിനുശേഷം ഒരു 100 വർഷമേ ലൂഥറൻ സഭ ആ ഉണർവിൽ നിന്നുള്ളൂ. और उस जागृति में उसके बाद सिर्फ 100 ही साल लूथरन कलीसिया उसमें बनी रही. തുടർന്നുള്ള നവീകരണത്തിൽ ജോൺ വെസ്ലി മുന്നോട്ട് വരുവാനിടയായി. उसके बाद नवीनीकरण का काम हुआ तो जॉन वेस्ली प्रभु का दास आगे आया. ജോൺ കാൽവിൻ മുന്നോട്ട് വരുവാനിടയായി. उसके बाद जॉन कैल्विन आए. അതേ പ്രിസ്ബിറ്റേറിയൻ, മെത്തോഡിസ്റ്റ്, ലൂഥറൻ ആദിയായ സഭകളെല്ലാം ഈ നവീകരണ കാലത്ത് ഉണ്ടായതാണ്. प्रेस्बिटेरियन, लूथरन और मेथोडिस्ट कलीसिया सभी ये नवीनीकरण के समय में पैदा हुए कलीसियाएं हैं. പക്ഷേ ഈ ഉണർവെല്ലാം കേവലം 100 കൊല്ലത്തിൽ കൂടുതൽ നിന്നതായി ചരിത്രം പറയുന്നില്ല. परंतु ये जागृति जो है इतिहास इस प्रकार कहती है 100 साल से ज्यादा रह नहीं सके. എന്നാൽ 1901 ചാൾസ് പെർഹാമിന്റെ ബൈബിൾ കോളേജിൽ, लेकिन 1901 की बात है, चार्ल्स पेरहाम के बाइबल कॉलेज में ആരംഭിച്ചതായ പെന്തിക്കോസ്തിന്റെ ശക്തി, जो पेंतिकोस्त की शक्ति वहां से आरंभ की गई. ഈ നൂറ്റാണ്ടിൽ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ 1901 നടന്ന ആത്മപകർച്ചയാണ്. 1901 में जो आत्मा का अभिषेक का कार्य हुआ वो आज भी हमारे बीच में चल रहा है. പെന്തിക്കോസ്ത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. पेंतिकोस्त कलीसिया का जो है वो एक शताब्दी बीत गया है. എന്നാൽ അത് തുടങ്ങിയതിനേക്കാൾ 100 ഇരട്ടി പെന്തക്കോസ്ത് ലോകത്തിൽ വളർന്നു കഴിഞ്ഞു. परंतु वो बढ़ने से बढ़कर हमें एक बात देखा जा सकता है, 100% इसके में बढ़ोतरी आया और वो बढ़ എല്ലാ गया. സംഘടനകളും ഡിനോമിനേഷനായി തീർന്നപ്പോൾ, और जब सब संस्था डिनोमिनेशन के तौर पर संस्था में रह गए, പെന്തക്കോസ്ത് അതിശക്തിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. पेंतिकोस्त बहुत ही शक्तिशाली रूप से आगे बढ़ रहा है. ഇന്ന് പൗരോഹിത്യ സഭകളിൽ പോലും കരസ്മാറ്റിക് യോഗങ്ങൾ നടക്കുകയാണ്. आज पुरोहित वर्ग की जो कलीसियाएं में है उनमें भी करिस्मेटिक या जागृति की सभाएं हो रही है. 20ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് പെന്തക്കോസ്ത്? और 20वीं शताब्दी में पेंतिकोस्त क्या है? യോവേൽ പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, योएल नबी की किताब में इस प्रकार लिखा है, അതേ കൊയ്ത്തിനായി അരിവാൾ ഇടുക. ओ वहां पर
पर इस प्रकार लिखा है कि एक बड़े कटनी के लिए तलवार ये तैयार किया जा रहा है। വിധിയുടെ താഴ്വരയിൽ ഞാൻ അസംഖ്യങ്ങളെ കാണുന്നു. और मैं वहां पर तराई में एक बहुत बड़ी संख्या में लोगों को देख रहा हूं। അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. अंतिम दिनों में मैं सभी जड़ों के ऊपर अपनी आत्माओं को उंडेलूंगा। ഇത് രണ്ടും യോവേൽ പ്രവചനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ये दोनों योएल नबी की किताब में लिखा गया है। അതേ മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഉള്ള ഈ അർത്ഥം സഭയുടെ വളർച്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. यहाँ पर जो गुणात्मक रूप से जो गुण करने के लिए लिखा गया है वो कलीसिया की बढ़ोतरी के बारे में लिखा गया है। ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അത് സഭകൾ വളരുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ओ फलवंत बनने का मतलब कलीसिया में बढ़ोतरी होना, कलीसिया बढ़ना है, यह है इसका तात्पर्य। വിവിധ തരത്തിലുള്ള ഫലങ്ങളുണ്ട്. अलग अलग प्रकार के फल है, എന്നാൽ കർത്താവിന്റെ ദർശനം എന്ന് പറയുന്നത് परंतु प्रभु का दर्शन क्या है उससे यह मतलब है അത് ആത്മാക്കൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ओ आत्मा लोग नए प्रभु को जाने और वो रक्षा के अनुभव में आए। അതേ കർത്താവ് തന്നെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. यीशु मसीह ने अपने सेवा के शुरुआत में इस प्रकार कहा, तुम मेरे पीछे हो लो, मैं तुम्हें मनुष्य का पकड़ने वाला बनाऊंगा। കർത്താവ് പോകുമ്പോഴും പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലുള്ളവരെ അതെ എല്ലാവരെയും ശിഷ്യരാക്കുവാനാണ്. और यीशु मसीह जब स्वर्गारोहण कर रहा था तो यीशु मसीह ने अपने चेलों को यह आदेश दिया कि तुम सारे जगत में जाकर सारे लोगों को मेरे शिष्य बनाओ। So the global vision of Christ is to win the lost. यीशु मसीह का पूरे दुनिया के लिए एक ही दर्शन है, वो है गुम हुए लोगों को, खोए हुए लोगों को जीतना, സകല ജാതികളെയും ശിഷ്യരാക്കണം. सारे जातियों को शिष्य बनाना। ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. हमारा लक्ष्य है आत्माओं को जीतना। അതെ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. प्रभु यही हमसे चाहता है। അതെ ഞാൻ സഭയെ പണിയും, मैं अपनी कलीसिया को बनाऊंगा, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. अधोलोक के फाटक उस पर प्रबल ना होंगे। ഹല്ലേലൂയ. हालेलुया। ആത്മാക്കൾ ദൈവസഭ വളരുക എന്നുള്ളതാണ് അതെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. परमेश्वर का यानी प्रभु का उद्देश्य है कि कलीसिया बढ़ती जाए, उसमें बढ़ोतरी हो। 2000 വർഷങ്ങൾ കഴിഞ്ഞു. 2000 साल बीत गए। അതെ ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്. इंडिया या भारत आज भी हिंदू राज्य है। അതെ ചൈന ബുദ്ധമതമാണ്. चाइना में आज भी बौद्ध धर्म का प्रचार है। റഷ്യ കമ്മ്യൂണിസമാണ്. रशिया में कामरेड लोग यानी कम्युनिस्ट लोग हैं। മിഡിൽ ഈസ്റ്റ് ഇസ്ലാമാണ്. ओ मध्य पूर्व में देखा जाए तो वहां पर इस्लाम धर्म का प्रचार किया जा रहा है। 3 ജനങ്ങൾ ക്രിസ്ത്യാനികളല്ല. और 3 में से एक व्यक्ति को भी अगर देखा जाए वो मसीह नहीं है। യേശുവിന്റെ കാലത്ത് 25 കോടി ജനങ്ങളാണ് ലോകത്തിൽ ഉണ്ടായിരുന്നത്. यीशु मसीह के समय में 25 करोड़ लोग इस दुनिया में रहते थे। 18ാം നൂറ്റാണ്ടിൽ അത് 100 കോടിയായി. परंतु 18वीं शताब्दी में वह 100 करोड़ की संख्या बन गई। അത് 20ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ 600 കോടിയായി. परंतु 20वीं शताब्दी में जब हम आ गए तो 600 करोड़ की संख्या बढ़ गई। 600 കോടി ജനങ്ങളെ മീറ്റ് ചെയ്യാനുള്ള അതെ അതെ ദർശനം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ओ 600 करोड़ लोगों के लिए जो दर्शन है वो दर्शन हमारे जीवन में होना जरूरी है। ഹല്ലേലൂയ. हालेलुया। Why there is a church? എന്തിനാണ് ഒരു സഭ? ये कलीसिया किस लिए है? സോക്രട്ടീസ് അതെ അഥേനയിലുള്ള ആളുകളോട് ചോദ്യം ചോദിക്കുമായിരുന്നു. सोक्रेटिस ने एक बार लोगों से इस प्रकार का सवाल पूछा, എവിടെ പോകുകയാണ്? कहां जा रहे हो? ഞങ്ങൾ ചന്തയിൽ പോകുകയാണ്. ओ वो कहते हैं हम मार्केट में यानी बाजार में जा എന്തിനാ रहे हैं। ചന്തയിൽ പോകുന്നത്? किस लिए बाजार में जा रहे हो? അത് ഭക്ഷണം വാങ്ങാനാണ്. ओ हम वहां पर भोजन वस्तु खरीदने जा रहे എന്തിനാണ് हैं। ഭക്ഷണം വാങ്ങുന്നത്? भोजन वस्तु किस लिए खरीदते हो? അത് കഴിക്കാനാണ്. वो खाने के लिए है। എന്തിനാ കഴിക്കുന്നത്? खाते किस लिए है? അത് ജീവിക്കാനാണ്. वो जीवित रहने के लिए। എന്തിനാ ജീവിക്കുന്നത്? जीवित किस लिए रहते हैं? ആ ചോദ്യത്തിങ്ക വരുമ്പോൾ മറുപടിയില്ല. जब वो सवाल किया गया तो उसका कोई उत्तर नहीं। എന്തിനാണ് സഭ? कलीसिया किस लिए? Why there is a church? कलीसिया किस लिए है? എന്തുകൊണ്ട് കർത്താവ് ഒരു സഭ സ്ഥാപിച്ചു? यीशु मसीह ने यानी प्रभु ने क्यों कलीसिया की स्थापना की? ആ സഭയുടെ ദൗത്യം എന്താണ്? वो कलीसिया का दायित्व क्या है? ആ ദൗത്യം പൂർത്തിയാക്കുന്നത് വരെ वो दायित्व जब तक पूरा नहीं होता, അത് പൂർത്തിയാകുന്നില്ലെങ്കിൽ अगर वो पूरा नहीं होता, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നില്ല. परमेश्वर हमसे खुश नहीं होगा। എന്തുകൊണ്ട് ഒരു പെന്തിക്കോസ്ത് വന്നു? ओ पेंतिकोस किस लिए आया? ആത്മാക്കളെ നേടുവാൻ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചതാണ്. परमेश्वर ने पवित्र आत्मा को इसलिए भेजा ताकि बहुत से लोगों को, बहुत से आत्माओं को जीता जाए और एक बहुत बड़ी फसल की कटनी काटा जाए। ഇന്ത്യയിലെ 70% വേലക്കാരും
പെന്തിക്കോസ്തുകാരാണ്. ओ भारत में 70% जो सेवक लोग हैं वो पेंतिकोस्त है. ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ओ हमारा लक्ष्य ये होना है आत्माओं को जीतना, ഫലം കായ്ക്കുക. फलवंत बनना, അതിന് തടസ്സമായി നിൽക്കുന്ന ശക്തികളെ നമ്മൾ തടയണം. और उसके प्रति रुकावट में खड़ी हुई शक्ति के विरोध में हमें खड़ा होना. Praise the Lord. हालेलुया. പൊതുവായി ഞാൻ പറയട്ടെ, मैं आप सब लोग से ये कहना चाहता हूँ, നമ്മുടെ ഓരോ ലോക്കൽ സഭകളെയും എടുത്തു നോക്ക്, हमारी एक एक स्थानीय कलीसिया को लेकर देखें, ഓരോ സെന്ററിനെ എടുത്തു നോക്ക്, एक एक सेंटर को लेकर देखें, ഓരോരുത്തരുടെ ശുശ്രൂഷ എടുത്തു നോക്ക്, एक एक की सेवकाई को लेकर देखें, അതിനുള്ള ഗ്രോത്ത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. और उनकी बढ़ोतरी को देखकर देखें कैसा है उनका बढ़ोतरी. നമുക്ക് ഈ നാളുകളിൽ हमें इन दिनों में ഭാരതത്തെ നേടുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, अगर हम चाहते हैं कि भारत को हम जीते, അത് ഒരു പെന്തിക്കോസ് ശുശ്രൂഷ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. वो सिर्फ पेंतिकोस के अनुभव से और सेवकाई से ही हो सकता है. തത്വജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അത് സാധ്യമല്ല. तत्व ज्ञान और बुद्धि के द्वारा नहीं हो सकता. 600 കോടി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ നമ്മളാൽ സാധ്യമല്ല. वो 600 करोड़ लोगों तक पहुंच करना हम अकेले नहीं कर सकते. എന്നാൽ കർത്താവ് അത് ആഗ്രഹിക്കുന്നു. परंतु प्रभु यह चाहता है, സഭയുടെ ദൗത്യം അതെ സഭ നിവർത്തിക്കണം. ओ कलीसिया का जो दायित्व है कलीसिया को उससे पूरा करना है. സഭയ്ക്കെതിരായി ശത്രു പ്രവർത്തിക്കുന്നുണ്ട്. कलीसिया के विरोध में शत्रु काम करता है. ആ സത്യമായി പറഞ്ഞാൽ अगर हम सच्चाई से स्पष्ट रीति से कहे, എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ വാർഫെയർ. और एक मसीह जीवन युद्ध का भूमि है. ദിസ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. ये हमारा आत्मिक युद्ध है. ആ കാഴ്ചപ്പാട് നമുക്കില്ല എങ്കിൽ अगर इस प्रकार का दर्शन हमारे जीवन में नहीं है, നമ്മൾ സ്റ്റാഗ്നേറ്റ് ചെയ്തു പോകും. और हम हमेशा सड़ाहट में रहेंगे, एक जगह में बंद पड़े रहेंगे. അനേക സഭകൾക്കും ओ बहुत से कलीसियाओं को അവർക്കൊരു ദർശനമില്ല. उनके अंदर दर्शन नहीं है. 3W when why where എന്ന 3W ചോദിച്ചാൽ 3 प्रकार का W, when, why, where, कहां कहां और कब. what do you want, when do you want and how do you want. നിനക്ക് എന്ത് വേണമെന്നുള്ളത് നീ ആദ്യം അറിഞ്ഞിരിക്കണം. वो सबसे पहले हमें क्या चाहिए इसके बारे में हमें जानना जरूरी है. ദൈവസഭ അതിന്റെ ദൗത്യം അറിഞ്ഞിരിക്കണം. परमेश्वर की कलीसिया, परमेश्वर का दायित्व क्या है उसे जानना जरूरी है. എന്നാൽ പലപ്പോഴും ആ ദൗത്യം മനസ്സിലാക്കാതെയാണ് പോകുന്നത്. कई बार हम इस दायित्व को समझ नहीं पाते. സഭകൾ വളർന്നേ തീരൂ. कलीसिया में बढ़ोतरी होना जरूरी है. Praise the Lord. हालेलुया. പെന്തിക്കോസ് സഭകൾ വളർന്നേ തീരൂ. पेंतिकोस कलीसिया बढ़ोतरी करना जरूरी है. ഒരു വലിയ കൊയ്ത്ത് നമുക്കുണ്ട്. एक बहुत बड़ी कटनी हमारे सामने रखा गया हुआ है. ഒരു കാലാവർക്കല്ല, वे थोड़ा समय के लिए नहीं, അത് വലിയ കൊയ്ത്താണ്. एक बहुत बड़ा कटनी. ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയല്ല, और एक छोटे कांटे से मच्छी पकड़ना नहीं, അത് വലിയിറക്കി വലിയ കാച്ചിക്കാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. परंतु जाल बिछाकर बहुत से मच्छियों को पकड़ना प्रभु यही चाहता है. സഭ ഈ ദർശനത്തിലേക്ക് കടക്കണം. कलीसिया इस दर्शन की ओर आना है. അത് ഒരു ശുശ്രൂഷകന്റെ ദർശനം പോലെ ഇരിക്കും ആ സഭ. एक सेवक के दर्शन के अनुसार उसकी कलीसिया भी होगी. Praise the Lord. हालेलुया. നമ്മുടെ ദർശനം കൂടാതെ ദൈവം പ്രവർത്തിക്കുന്നില്ല. ओ हमारे दर्शन के सिवाय परमेश्वर काम नहीं करेगा. അന്ത്യകാലത്ത് ഞാൻ ദർശനങ്ങൾ കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ओ अंतिम दिनों में प्रभु दर्शन देगा, परमेश्वर के वचन में लिखा हुआ है. Praise the Lord. हालेलुया. അങ്ങനെ ആ ദർശനം പ്രാപിക്കുന്ന ആളുകൾക്ക് മാത്രമേ अगर ऐसे दर्शन पाए हुए अगर लोग हैं तभी ഈ സ്റ്റാഗ്നേഷനിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ये കഴിയും. सड़ाहट यानी एक जगह में बंद रहने से ही छुटकारा प्राप्त कर सकते हैं. You are not a monument but you are a movement. आप कभी भी किसी तरह की मूर्ति एक जगह में खड़े होने वाले चीज नहीं हो, परंतु आपको एक जगह से दूसरे जगह में യേശു हिलना पड़ेगा. 2000 കൊല്ലം മുമ്പ് ജീവിച്ചു എന്നുള്ളതിന്റെ മോണമെന്റ് അല്ല, യു ആർ എ മൂവ്മെന്റ്. ओ यीशु मसीह 2000 साल पहले जीवित रहा, ये कोई एक क्षण की बात नहीं, परंतु हमें आगे पीछे बढ़ना पड़ेगा. കഴിഞ്ഞ വർഷം നിങ്ങളുടെ സഭയിൽ എത്ര പേർ സ്നാനപ്പെട്ടു? पिछले साल आपकी कलीसिया में कितने लोगों ने बपतिस्मा लिया? എത്ര ലക്ഷം രൂപ കൺവെൻഷന് ചെലവാക്കി? आपने अपने कलीसिया की कन्वेंशन में कितने लाखों रुपया खर्च किया? എത്ര ആളുകൾ പുതുതായി വിശ്വാസത്തിൽ വന്നു? कितने नए लोग विश्वास में आए? വലിയ കൺവെൻഷനാണ്, बहुत बड़ी कन्वेंशन, പക്ഷേ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നില്ല. परंतु आत्माओं ने उद्धार नहीं प्राप्त किया. ഈ കാഴ്ചയാണ് ഇന്ന് അനേക സ്ഥലത്ത് കാണുന്നത്. यही दर्शन को कई जगह में देखने के लिए मिलता है. വലിയ സ്റ്റാഗ്നേഷൻ, സംതിങ് സംവെയർ റോങ്. एक बहुत बड़ी सड़ाहट यानी एक जगह में जमा होना, उससे आगे नहीं बढ़ना, कहीं ना कहीं कोई खराबी है. ഒരു പെന്തിക്കോസ്ത് കാഴ്ചപ്പാടിൽ एक पेंतिकोस्त दर्शन में ഞാൻ മനസ്സിലാക്കുന്നത് मैं यही समझता हूँ, സഭകൾ വളരുവാനുള്ള വഴി എന്താണ്? ओ सभा या कलीसिया बढ़ने का मार्ग क्या है? Praise the Lord. हालेलुया. ദൈവകൃപയാൽ
प्रभु की कृपा से ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ വളർന്നു. इंडिया पेंटिकोस्टल परमेश्वर की जो कलीसिया है उसने बढ़ो വളർന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. वो बड़ा नहीं करके मैं ऐसे नहीं बोलता, എന്നാൽ परंतु ഈ ഒരു 106 കോടി ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. परंतु 106 करोड़ जनता हमारे सामने है. അവരെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് हमें उनके सामने खड़े होकर അതേ ഒരു വേല ചെയ്യാൻ നാം തയ്യാറാണോ? उनके सामने सेवाकाई करने के लिए हमें तैयार होना വെറും है. പേരിന് മാത്രം സഭയുണ്ടായതുകൊണ്ട് കാര്യമില്ല. ओ कलीसिया नाम के लिए कलीसिया है, उससे कोई लेना देना नहीं. സഭാചരിത്രം പഠിക്കുമ്പോൾ अगर कलीसिया के इतिहास को पढ़े, എവിടെയെങ്കിലും ഉണർവുണ്ടായിട്ടുണ്ടെങ്കിൽ, जहाँ कहीं भी जागृति हुआ, എവിടെയെങ്കിലും ആത്മാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ, और जहाँ कहीं भी आत्माओं ने उद्धार प्राप्त किया, അതിന് ഒന്നാമത്തെ കാരണം പ്രാർത്ഥനയാണ്. उससे सबसे पहला कारण यह है प्रार्थना के द्वारा. പ്രാർത്ഥനയുള്ള ഒരു സഭയിൽ ഉണർവുണ്ടാകാതിരിക്കുകയില്ല. एक कलीसिया में जहाँ पर प्रार्थना है वहाँ पर जागृति जरूर होगी. പ്രാർത്ഥനാ മുറിയിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. जहाँ पर प्रार्थना का कक्ष है, वहाँ पर पवित्र आत्मा कार्य करता है. പെന്തക്കോസ്തുകാർക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ശക്തിയേറിയ പ്രാർത്ഥനയാണ്. मेरे प्रिय भाई और बहनों, आपके और मेरे जीवन में आज जिस बात की आवश्यकता है वो है प्रार्थना की जरूरत. ഒന്നാമത് सबसे पहली बात, ആ സഭയ്ക്ക് ഒരു ദർശനം ഉണ്ടാകണം. उस कलीसिया को एक दर्शन होना जरूरी है. ആ ദർശനം കൂടാതെ സഭ മുന്നോട്ട് വളരുകയില്ല. उस दर्शन के बगैर कलीसिया आगे नहीं बढ़ेगी. 2020 2020 में, 2015 2015 में എന്റെ സഭ എന്തായിരിക്കണമെന്ന് मेरा कलीसिया किस प्रकार होना चाहिए. എനിക്കൊരു ദർശനമില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. अगर मेरे अंदर एक दर्शन नहीं तो उस काम को मैं पूरा नहीं कर सकता. അനേക സഭകളും बहुत से कलीसियाएं हैं ശിംശോന്റെ ചരിത്രം പോലെയാണ്. और बहुत से ऐसे कलीसिया हैं जिसकी संख्या बहुत- ദാഗോന്റെ ക്ഷേത്രത്തിൽ വട്ടം കറങ്ങുകയാണ്. दागोन के क्षेत्र में जिस प्रकार चक्कर घूमते हैं ऐसे चक्कर घूम रहे हैं. അതെ തിങ്കൾ ചൊവ്വ ബുധൻ അതെ ഞായർ മുതൽ ഞായർ വരെ ശിംശോനെ പോലെ അതെ വട്ടം കറങ്ങുകയാണ്. सोमवार, मंगलवार, बुधवार, एतवार को भी शिमशोन की तरह वहां पर चक्कर काट रहे हैं. എന്തുകൊണ്ട്? किस लिए? he was blinded. क्योंकि वो अंधा था അവനെ കണ്ടു കാണാൻ മേലാതെ വന്നു. और वो अपने दृष्टि से देख नहीं he सकता. was blinded. वो हम अंधा किया गया he was grinded. और उसे पीसा गया വട്ടം കറങ്ങുക. और वो घूम रहा है, चक्की पीस रहा है. യാതൊരു പ്രോഗ്രസ്സും ഇല്ല. कोई भी उसके जीवन में प्रगति नहीं है. ഒന്നാമത് നമുക്ക് ആവശ്യം ഒരു വലിയ ദർശനമാണ്. मेरे प्रिय भाई और बहनों, सबसे पहली बात जिसकी जरूरत है वो है दर्शन. അടുത്തത് പ്രാർത്ഥനയാണ്. दूसरी बात है प्रार्थना. പ്രാർത്ഥിച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. प्रार्थना करेंगे तो प्रभु महान कार्य को करेगा. prayer changes things. ओ प्रार्थना से सभी चीजों में बदलाव आता है. പെന്തിക്കോസ്തുകാർ അത് അനുഭവിച്ച ആൾക്കാരാണ്. पेंतिकोस लोगों ने इस बात को अपने जीवन में अनुभव किया है. മെഥഡ് മാറേണ്ട ആവശ്യമുണ്ട്. ओ हमारे प्रार्थना का जो ढंग है उसे बदलना जरूरी है. മെസ്സേജ് മാറണ്ട, മെഥഡ് മാറണം. ओ हमारा संदेश में बदलाव की जरूरत नहीं, हमारे प्रार्थना के ढंग में പല മാറ്റങ്ങൾ നമുക്ക് വന്നേ തീരുള്ളൂ. हमारे जीवन में कई प्रकार के बदलाव लाना जरूरी है. പ്രാർത്ഥന വളരെ ശക്തമായി ആരംഭിക്കണം. प्रार्थना बड़ी शक्तिशाली रूप से करना है. അങ്ങനെയെങ്കിൽ അവിടേക്ക് ആത്മാക്കൾ വരാൻ തുടങ്ങും. तभी आत्माएं कलीसिया में आएंगी. ആത്മാക്കൾ വരുന്നില്ല എങ്കിൽ നിന്റെ വേല ശൂന്യമാണ്. अगर आत्माएं कलीसिया में नहीं आती तो हमारा सेवकाई शून्य है. The fruit of a Christian is another Christian. ओ एक मसीह का फल यह है कि वो दूसरे मसीह को पैदा करे. ഞാൻ മുഖാന്തരം മറ്റുള്ളവർ വരാനിടയാകണം. ओ मेरे द्वारा दूसरा व्यक्ति मसीह में आए. ഹല്ലേലൂയ. हालेलुया. ആ ദർശനം സഭയ്ക്ക് നാം കൊടുക്കണം. वही दर्शन कलीसिया को भी देना जरूरी है. ബ്രദറുകാരുടെ ഒരു ഹോളിൽ ആരെങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരുണ്ടോ? वो ब्रदरन कार के सभा में, ब्रदरन लोगों की सभा में कोई ऐसा व्यक्ति मिलेगा जिसने पवित्र आत्मा पाया है? ഇല്ല. नहीं. എന്തുകൊണ്ട്? किस लिए? പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നില്ല. पवित्र आत्मा के अभिषेक के बपतिस्मा के बारे में वो सिखाते ही नहीं. എന്ത് നീ പഠിപ്പിക്കുന്നോ അതുപോലെ ആ സഭ വരും. ओ जैसे आप सिखाते हैं वैसे ही होगा. സഭ വളരാത്തതിന്റെ കാരണം സഭാ വളർച്ചയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ओ कलीसिया बढ़ोतरी इसलिए नहीं करती क्योंकि कलीसिया के बढ़ोतरी के बारे में कुछ सिखाते ही നീ नहीं. എന്ത് പറയുന്നോ അത് ജനം സ്വീകരിക്കും. आप जो कुछ बोलेंगे कलीसिया के लोग वही स्वीकार करेंगे. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അവർ വിശ്വാസത്തിൽ വളരും. विश्वास के शब्दों को कहेंगे तो वह विश्वास में आगे बढ़ोतरी करेंगे. രോഗശാന്തി പറഞ്ഞാൽ രോഗശാന്തി ആ സഭയിൽ ഉണ്ടാവും. बीमारियों की चंगाई के बारे में आप प्रचार करेंगे तो बीमारियों की चंगाई उस कलीसिया में होगी. കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കൃപാവരം അവിടെ ഉണ്ടാവും. आत्मिक वरदानों के बारे में सिखाएंगे तो आत्मिक वरदान वहां पर होंगे. ആയിരങ്ങളെ കണ്ടുമുട്ടുവാനുള്ള പദ്ധതി പറഞ്ഞാൽ ആയിരങ്ങളെ അവിടെ കണ്ടുമുട്ടും. हजारों लोगों के पास किस प्रकार पहुंच करना है उसके बारे में सिखाया जाए तो वो उस प्रकार करेंगे. നമുക്കൊരു വലിയ കാഴ്ചപ്പാടുണ്ടാകണം. हमारे आगे एक बहुत बड़ा दर्शन होना जरूरी है. 40-50 കൊല്ലമായി സഭ വളരാതെ എവിടെയെല്ലാം ഉണ്ട്. ओ 40-50 साल बीत गए, अभी भी कलीसिया बड़ी नहीं. ആ പൗലോസ്
ഗലാത്യരോട് ഇങ്ങനെ ചോദിച്ചു, पौलुस गलातियों के कलीसिया के लोगों से इस प्रकार पूछा, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, आप लोग अच्छे से दौड़ में दौड़ रहे थे, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ തടഞ്ഞതാര്? ओ आप लोगों को सत्य से भटकाया किसने है? നിങ്ങൾ നന്നായി ഓടിയിരുന്നു. आप लोग अच्छे से दौड़ को दौड़ रहे थे. അതിന്റെ 3 കാരണങ്ങൾ. उसके 3 कारण ये है. ഒന്ന്, सबसे पहली बात, അവിടെ ന്യായപ്രമാണത്തിന്റെ ആധിപത്യം വന്നു. वहां पर व्यवस्था में बहुत बड़ी संख्या में उसे ऊंचा उठाया गया. 2, दूसरी बात, ആ സഭയിൽ കടിക്കുകയും തിന്നുകയും ചെയ്യുന്ന നരഭോജികൾ എഴുന്നേറ്റു. और वहां पर ऐसे लोग उठे जो कलीसिया में इधर उधर लोगों को भटकाने लगे. 3, तीसरी बात, ജഡത്തിന്റെ പ്രവൃത്തികൾ അവിടെ വർദ്ധിച്ചു. वहां पर शरीर के काम यानी शारीरिक कामों में बढ़ोतरी हो गई. ഗലാത്യ സഭ അതിന്റെ സ്റ്റാഗ്നേഷനിൽ വന്നു കഴിഞ്ഞു. ओ कलीसिया गलातिया की कलीसिया अपने सड़ाहट की ओर आ गया. എബ്രായ സഭയും എബ്രായ ലേഖനത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. इब्रानियों की कलीसिया के बारे में इब्रानियों की पत्री में देखा जा सकता है. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി ഓടുവാൻ. ओ इसलिए कहा गया विश्वास का उद्धारकर्ता और सिद्ध करने वाले की ओर देखकर दौड़ को दौड़ना है. Let us have a vision. ओ हमारे अंदर दर्शन होना जरूरी है. ആ ദർശനം കൂടാതെ നിനക്ക് വളരാൻ वो സാധ്യമല്ല. दर्शन के बगैर हम कुछ भी नहीं कर सकते. Praise the Lord. हालेलुया. നിനക്ക് വളരുവാനുള്ള വഴി ദർശനമാണ്. आपको बढ़ोतरी करना है तो सिर्फ एक ही मार्ग है, രണ്ടാമത്തേത് दर्शन. പ്രാർത്ഥനയാണ്. दूसरी बात है प्रार्थना. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ്. तीसरी बात है पवित्र आत्मा की संगति. പ്രാർത്ഥനാ മുറിയിലാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. पवित्र आत्मा के उस कक्ष में उस कमरे में ही पवित्र आत्मा के साथ हम संगति कर सकते हैं प्रार्थना के द्वारा. ഇന്ന് സഭകൾ ഡള്ളാണ്. ഡള്ളാണെന്ന് പറഞ്ഞാൽ വളരെ आजकल की कलीसिया है बिल्कुल कमजोर हो गई है, आम ही अवस्था में बैठी है. ആരാധന ഹരം പകരുന്നില്ല. ओ आराधना से कोई लोग जागृत नहीं होते. പ്രസംഗം ഉത്തേജനമാകുന്നില്ല. ओ उनके जीवन में प्रचार को सुनकर कोई उत्तेजना नहीं സ്റ്റാഗ്നേറ്റ് आती. വിശ്വാസികളും പാസ്റ്ററും സ്റ്റാഗ്നേറ്റ് ओ ചെയ്തിരിക്കുകയാണ്. आज भी विश्वासी और पादरी अपना स्टाइल को बदलना जरूरी है. ജനങ്ങൾക്ക് ഉത്സാഹമില്ല. लोगों के अंदर कोई उत्साह नहीं ജനം തകരപ്പെട്ടവരാണ്. और लोग टूटे मन वाले हैं. അതെ, പ്രീച്ചിങ് പോസിറ്റീവ് അല്ല. ओ जहां पर वहां पर जो प्रचार किया जाता है वो सकारात्मक नहीं है. ആളുകളുടെ ആവശ്യത്തിന് പറ്റിയ മെസ്സേജ് അല്ല. ओ लोगों के जीवन में जिस प्रकार की आवश्यकता है उस प्रकार का संदेश नहीं. അപ്പത്തിന് പകരം കല്ല് കൊടുക്കുകയാണ്. ओ रोटी के बदले में पत्थर दे रहे हैं. ആ കല്ല് കൊടുത്ത് കൊടുത്ത് ജനം നശിക്കുകയാണ്. वो पत्थर दे देकर लोग सत्यानाश हो रहे हैं. ഹല്ലേലൂയ. हालेलुया. യോഗം കഴിയുമ്പോൾ ജനം അസ്വസ്ഥരാകുകയാണ്. ओ कलीसिया की आराधना खत्म होते ही लोगों के अंदर कोई चैन नहीं है, कोई शांति ഞാൻ नहीं. പറഞ്ഞത് സ്റ്റാഗ്നേറ്റ് ചെയ്തൊരു സഭയുടെ ലക്ഷണമാണ്. मैं एक ऐसी कलीसिया के बारे में बता रहा हूं जो जिसमें सड़ाहट है, वो एक जगह में बंद पड़ी है. സഭയുടെ അന്തരീക്ഷം സ്നേഹ നിർഭരമായിരിക്കണം. और कलीसिया में हमेशा एक ऐसा वातावरण होना जहां पर प्रेम और शांति. ജനത്തെ നാം അംഗീകരിക്കണം. लोगों को हमें अंगीकार करना जरूरी है. അതെ, ഒന്നാമത് ജനത്തെ നാം അംഗീകരിക്കണം. हमें सबसे पहला लोगों को अंगीकार करना है ഒരു അപ്രൂവൽ അവർക്ക് കൊടുക്കണം. और वहां पर उन्हें एक रोटी भी देना है. നിന്റെ സഭ വളരണമെങ്കിൽ, अगर आपकी कलीसिया बढ़ोतरी करनी है, നിന്റെ മെതഡുകൾ മാറിയെങ്കിൽ മാത്രമേ आपके ढंग अगर बदलेंगे तभी ही ആത്മാക്കൾ സഭയിലേക്ക് വരുവാൻ തുടങ്ങും. आत्माएं कलीसिया में आने शुरू होंगी. എല്ലാ ആരാധനയിലും ओ सभी आराधनाओं में അതേ സമർപ്പണത്തിലേക്ക് ജനത്തെ വിളിക്കണം. लोगों को समर्पण करने के लिए बुलाना. എല്ലാ ആരാധനയിലും हर एक आराधना में അന്ന് നീ കൈതൊട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. आप बीमार लोगों के लिए हाथ रखकर प्रार्थना करना. ഇന്ന് സഭകളിൽ ചെന്നാൽ अगर कलीसिया में आज जाएं, ഞാൻ മിക്കവാറും സഭകൾ ഇങ്ങനെ സന്ദർശിക്കാൻ പോകും. मैं कई कलीसियाओं में बहुत बार जाता हूं. സത്യത്തിൽ അവിടെ കേൾക്കുന്ന പ്രസംഗം കൊണ്ട്, वहां पर सुनने वाले प्रचार के द्वारा ഈ ജനത്തിന്റെ ആവശ്യം അത് സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. वहां के लोगों की जो आवश्यकता है वो पूरी हो गई या नहीं मैं नहीं जानता. 95% ആളുകളും രക്ഷപ്പെടുന്നത് സങ്കീർത്തനം ഉള്ളതുകൊണ്ടാണ്. 95% लोग बचते इसलिए हैं क्योंकि भजन संहिता है. ഈ ഭജൻ, ഈ സങ്കീർത്തനം കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. അത് തന്നെയാണ് കാരണം ആളുകൾ വളരാത്തതിന്. ओ कई लोग इस भजन संहिता पर ही निर्भर रहते हैं इसलिए लोग बढ़ोतरी नहीं करते. ദാവീദ് ഗുഹയിൽ കയറിയ ഒരു കഥ ഞാൻ ചെന്നിരുന്നപ്പോൾ അവിടെ ഒന്ന് പ്രസംഗിച്ചു. ओ जब मैं उस कलीसिया में गया तो वहां के कलीसिया के पासवान ने दाऊद गुफा में गया वो कहानी को प्रचार कर रहा है. സെൻട്രൽ പാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. और उन लोगों से कहा सेंटर पास्टर आए हैं. എന്നാലും
परंतु 40 മിനിറ്റോളം ഗുഹയെ കുറിച്ചാ പറഞ്ഞത്. 40 मिनट तक उस गुफा के बारे में विवरण करते रहे. അത് ഗുഹയിൽ ദാവീദ് ഇറങ്ങിയിട്ടുമില്ല. ओ उस गुफा से अभी दाऊद अभी तक बाहर नहीं निकला. ഇത് തന്നെ ആരംഭത്തിലും അവസാനത്തിലും പറയും. यही है, शुरुआत में भी और आखिरी में भी यही सुनाते हैं. നിന്റെ പ്രസംഗത്തിന്റെ മെത്തഡുകൾ മാറ്റണം. आपके प्रचार का शैली में बदलाव आना जरूरी है. പോസിറ്റീവായി ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തക്കവണ്ണം പറഞ്ഞു കൊടുക്കണം. हमेशा लोगों को सकारात्मक तरीके से सिखाना है ताकि उन्हें समझ में आए. ഹല്ലേലൂയ. हालेलुया. സ്നേഹിക്കുന്ന സഭയിൽ ജനം വരും. ओ प्रेम करने वाले कलीसिया है में लोग इकट्ठे होंगे. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की स्तुति हो. നമ്മുടെ വിഷയം हमारा विषय മൾട്ടിപ്ലൈ ചെയ്യണം, ओ गुणात्मक रूप से बढ़ोतरी करना ഫലം കായ്ക്കണം. और फलवंत बनना. ഈ ഫലം കായ്ക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ओ यहाँ पर फलदायकता किस प्रकार से नहीं होते उसके बारे में मैं बता रहा हूँ. ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. और उसके गहराई में मैं जाना नहीं चाहता. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, आज रात को मैं बताना चाहता हूँ നമ്മുടെ മെത്തഡുകൾക്ക് ഒരു മാറ്റം വരണം. हमारे शैली में एक बदलाव लाना जरूरी ഒരു है. വർഷം एक साल ഒരു 50 പേരെയെങ്കിലും एक 50 कम से कम 50 लोगों को സ്നാനപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, अगर आप 50 लोगों को बपतिस्मा नहीं दे सक रहे ആ हैं, ദേശത്തെ സുവിശേഷീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, अगर आपको सुसमाचार प्रचार आप नहीं कर पा रहे हैं, സഭ വളരുന്നില്ലെങ്കിൽ, अगर कलीसिया बढ़ोतरी नहीं कर रही, സംതിങ് സംവെയർ റോങ്. तो कहीं ना कहीं कुछ ना कुछ खराबी है. നിങ്ങൾ നിങ്ങളെ തന്നെ തൊട്ടു നോക്ക്. आप अपने आप को छू करके देखें. എനിക്ക് സഭയുണ്ടെന്ന് പലരും कई പറയുന്നുണ്ടെങ്കിൽ लोग कहते हैं मेरे पास कलीसिया है അവിടെ ആത്മാക്കളില്ല. परंतु आत्माएं नहीं है. എന്തുകൊണ്ട്? किस लिए? ആ സഭയിലേക്ക് ജനം കടന്നു വരുന്നു. ओ उस कलीसिया में लोग आते नहीं है. അതിന് പറയുന്ന കാരണം उसका बताने का कारण ये ഞങ്ങൾ है, സത്യ ഉപദേശം പറയുന്നവരാണ്. ओ हम सत्य उपदेश का प्रचार करने वाले ഞങ്ങൾ हैं. വലിയ കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നില്ല. ओ वो कई लोग इस प्रकार कहते हैं हम बहुत लोगों की संख्या को नहीं ഞങ്ങൾ चाहते, സത്യം തുറന്നു പറയും. हम सत्य को खुलेआम बताते हैं. പക്ഷേ परंतु വചനപ്രകാരം वचन के तौर पर അത് സത്യമാണെങ്കിലും अगर वो सत्य है तो भी, അതല്ലല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. परंतु परमेश्वर का उद्देश्य ये नहीं है ജനം സഭയിൽ കടന്നു വരണം. लोग कलीसिया में आए. അതിന് ഉപദേശത്തിൽ വെള്ളം ഒഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ओ इसका मतलब ये है नहीं उपदेश में कुछ बदलाव करना. ഫസ്റ്റ് अप्रूवल एंड देन एक्सेप्टेंस. और सबसे पहले बात है लोगों को स्वीकृत करना, फिर उनको अपने कलीसिया में बुलाना. ചുങ്കക്കാരനെ അംഗീകരിച്ചു. ओ चुंगिया लेने वाले व्यक्ति को प्रभु ने स्वीकृत किया. അതെ, ശമരിയക്കാരത്തി അംഗീകരിച്ചു. समरिया स्त्री को प्रभु ने स्वीकृत किया. പിന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. उसी के बाद उनको सर्टिफिकेट दिया. ജനം നിന്റെ വചനത്തിന് മുമ്പിൽ കടന്നു വരട്ടെ. मेरे प्रिय भाई और बहनों, लोग आपके प्रचार आपके शब्दों के आगे आए. ആയിരങ്ങളെ കണ്ടുമുട്ടുന്ന പദ്ധതികൾ സഭയിൽ നമുക്കുണ്ടാകണം. कलीसिया में एक ऐसी शैली होना चाहिए जिसके द्वारा हजारों लोगों के पास हम पहुंच प्राप्त करें. ഹല്ലേലൂയ. हालेलुया. അങ്ങനെയുള്ള സഭ വളർന്നുകൊണ്ടിരിക്കും. ऐसी कलीसिया बढ़ोतरी करेगी. ഇത് ഒരു ഹീലിംഗ് സെന്ററായി മാറണം. आपकी कलीसिया एक चंगाई का केंद्र बनना चाहिए. അതേ, പെന്തിക്കോസ് സഭകൾ ഹീലിംഗ് സെന്ററുകളായി വളരണം. पेंतिकोस कलीसिया चंगाई के केंद्र होकर बदलना जरूरी है. അതേ, കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥയത്. परमेश्वर की व्यवस्था यही है. രണ്ടാമത് അത് എക്വിപ്പിംഗ് സെന്ററായി മാറണം. और उसके बाद देखा जा सकता है लोगों को तैयार करने वाली कलीसिया. നൂറുകണക്കിന് ആൾക്കാരെ പറഞ്ഞു വിടുന്ന സഭയാകണം. ओ हजारों की संख्या में लोगों को तैयार कर कर भेजना. അതൊരു വർഷിപ്പിംഗ് സെന്റർ ആകണം. वो एक आराधना का केंद्र होना जरूरी है. അതൊരു എഡിഫൈയിങ് സെന്റർ ആകണം. कलीसिया एक ऐसा जगह होना चाहिए जहां पर एक दूसरे को प्रोत्साहन किया जाए. ലക്ഷ്യാധിഷ്ഠിതമുള്ള പ്രാർത്ഥനയുള്ള സഭയായിരിക്കണം. एक ऐसा कलीसिया होना चाहिए जहां पर एक बड़े लक्ष्य के साथ प्रार्थना किया जाए. നമ്മുടെ മെത്തഡുകൾക്ക് മാറ്റം വരാമെങ്കിൽ ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ട് നമ്മുടെ हमारे शैली में बदलाव आएगा, हजारों लोगों की संख्या में लोग प्रभु को ग्रहण करेंगे. നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है हम बढ़ोतरी करें, फलवंत बने. പെന്തിക്കോസ് സഭകൾ മാത്രമേ വളരുള്ളൂ. पेंतिकोस कलीसिया ही सिर्फ बढ़ोतरी करेगी, അതെ, മറ്റുള്ള സഭകൾ വളരുകയില്ല. दूसरे और कलीसिया में नहीं होगा, കാരണം അവർ സുവിശേഷം പറയുന്നില്ല. क्योंकि सुसमाचार नहीं बताते. നമുക്ക് വലിയ ചാൻസ് ആണ് ദൈവം തന്നിരിക്കുന്നത്. परंतु परमेश्वर ने हमें एक मौका दिया है. ഈ പെന്തിക്കോസ്തിന്റെ ആത്മാവിനാൽ ये पेंतिकोस की आत्मा के द्वारा ആരെയും നമുക്ക് സ്പർശിക്കാൻ കഴിയും. ओ हम किसी को भी स्पर्श कर सकते हैं. ഇത് ഒരു ഹീലിംഗ് സെന്റർ ആയി മാറണം. हमारी कलीसिया एक चंगाई का केंद्र होना ആ जरूरी है. പട്ടണത്തിൽ അങ്ങനെ ഒരു വലിയ സഭയുണ്ടെന്ന് അറിയണം. ओ वहां पर उस शहर में एक ऐसी चंगाई का कलीसिया है, लोगों को जानना जरूरी है. അവിടേക്ക് ജനങ്ങൾ ഒഴുകും. वहां पर लोग आएंगे. നമ്മുടെ മധ്യ അങ്ങനെയുള്ള സഭകളുണ്ട്. हमारे मध्य में ऐसी कलीसियाएं हैं. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. उसको सोचकर मैं प्रभु का धन्यवाद करता हूं. ആകയാൽ इसलिए ദർശനത്തോടെ മുന്നോട്ട് പോവാം. दर्शन के साथ आगे बढ़े. അതെ, ജനത്തിന് അത്
അവർക്ക് ആവശ്യമായത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. लोगों को जो जीवन में आवश्यकता है वो देते हुए आगे बढ़े. ജനങ്ങളോട് നാം വളരെ സ്നേഹമായി ഇടപെടുവാൻ लोगों के साथ हम बड़े प्रेम के साथ वर्ताव करें, നിശ്ചയമായും നാം ജയിക്കും. निश्चय हम जीतेंगे. ഒരു കാര്യം കൂടെ പറയട്ടെ. एक और बार मैं बताना चाहता हूं. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു. यीशु मसीह ने इस प्रकार कहा, അതായത് ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ ओ बलवान व्यक्ति को बांधे बिना നിങ്ങൾക്ക് അവന്റെ കോപ്പ് കവർന്നു കളവാൻ സാധ്യമല്ല. आप उसके घर को लूट नहीं सकते. പെന്തിക്കോസ്തുകാർ മാത്രമേ ആത്മീയ പോരാട്ടം പഠിപ്പിക്കുന്നുള്ളൂ. ओ पेंतिकोस लोग ही आत्मिक युद्ध को लड़ते हैं. നമുക്ക് സഭകൾക്കെതിരായി ശത്രു പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. हम सब लोगों को यह बात जानना जरूरी है कि शैतान यानी शत्रु हमारे कलीसिया के विरोध में है. ഒരു വാർഫെയർ ആണ് ക്രിസ്തീയ ജീവിതം. ओ मसीह जीवन एक युद्ध का भूमि है. അല്ലാതെ ഒരു 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 സന്തോഷിക്കുന്ന സ്ഥലമായിട്ട് നിങ്ങൾ എടുക്കരുത്. ओ कलीसिया एक आनंद का जगह है करके इस प्रकार आसानी से नहीं. അനേകരും സഭകളിൽ വരുന്ന സന്തോഷം അനുഭവിച്ചു പോകാനാ. कई लोग कलीसिया में इसलिए आते खुशी प्राप्त करने के लिए. എന്നാൽ परंतु സഭയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അതല്ല. परंतु प्रभु कलीसिया के बारे में ये उद्देश्य नहीं रखता. അവൻ കനാൻ പിടിച്ചെടുക്കണം. वो हमें कनान देश को पकड़ना है. ഇസ്രായേൽക്കാരൻ കനാൻ പിടിക്കണം. इस्राएली लोगों को कनान देश अपने मुट्ठी में करना നമ്മുടെ है. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ പിടിക്കണം. हमारे आसपास जितने भी जगह है हमने उस पर विजय प्राप्त करना है. അതിന് ചുറ്റുപാടുമുള്ള ആൾക്കാരെ നാം പിടിക്കണം. हमारे चारों तरफ रहने वाले लोगों को हमें जीतना है. ഇതൊരു പോരാട്ടമാണ്. ये हमारे लिए एक युद्ध है. ഇവിടെ വിശ്രമത്തിന്റെ ദിവസങ്ങളല്ല. ओ यहाँ पर विश्राम करने का दिन നമുക്ക് नहीं. പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല. ओ हमारा जो युद्ध है वो किसी मास से नहीं, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണെന്ന് പറയുന്നു. परंतु अंधकार की शक्तियों के साथ और हाकिमों के साथ है. ആകയാൽ इसलिए നമുക്കൊരു എതിരാളി ഉണ്ടെന്ന് മനസ്സിലാക്കുക. हमारा एक विरोधी है, इस बात को जानना जरूरी है. ഉറങ്ങുന്ന സഭയെ കുറിച്ച് സാത്താൻ പേടിയില്ല. ओ एक सोने वाली कलीसिया के बारे में शैतान कभी भी चिंता नहीं करता. എന്നാൽ परंतु ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ये सत्य को जानते हुए അത് ഏദനിൽ ആരംഭിച്ച ആ യുദ്ധം ओ एदन के बाग में जो युद्ध शुरू हुआ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. आज भी वो युद्ध चल रही है. നിനക്ക് ചുറ്റുപാടും आपके चारों तरफ ഈ സാത്താന്യ വ്യാപാരങ്ങളുണ്ട്. शैतान के काम इधर उधर चल रहे हैं. 29 കോടി രൂപയുടെ ചാരായമാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞത്. 29 करोड़ का जो शराब है वो केरला में वितरित किया गया, लोगों ने पिया है. ഇവിടെ കൊലപാതകം വർദ്ധിക്കുന്നു. और यहाँ पर इस प्रदेश में एक दूसरों को हत्या में संख्या में बढ़ोतरी हुई है. കൊട്ടേഷൻ സംഘം വർദ്ധിക്കുന്നു. लोग एक दूसरे के लिए मारने के लिए सुपारी देते हैं, कोटेशन देते हैं. എന്ന് വേണ്ട, इतना ही नहीं, കഴിഞ്ഞ കാലങ്ങളെക്കാൾ കേരളം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. उससे भी बढ़कर आने वाले दिनों में केरला और भी ज्यादा नीचे गिर रहा है. उसकी അതിന് स्थिति में नीचे गिरावट आ रही है. അതിന് ആൻസർ പെന്തക്കോസ്തുകാരനാണ്. क्योंकि उसका उत्तर सिर्फ पेंतिकोस्टल व्यक्ति है. നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ ജനത്തെ വിടുവിക്കാൻ സാധിക്കൂ. आपके द्वारा ही इन देश के लोगों का छुटकारा हो सकता है. അതേ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തു. दरिद्र लोगों से सुसमाचार प्रचार करने के लिए यहोवा ने मेरा अभिषेक किया है. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കാൻ. वो जो लोग जेल खाने में उनको छुटकारा देने के लिए, अंधे लोगों को आंखें देने के लिए प्रभु ने मुझे भेजा है. കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്ക് ഇത് ഏതുമില്ലയോ? ओ आप लोग जो जा रहे हैं आपके लिए ये फ्री से दिया हुआ है. ഹല്ലേലൂയ. हालेलुया. പാസ്റ്റർ PM ഫിലിപ്പും ഞാനും ഒരുമിച്ച് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. पास्टर PM फिलिप और मैंने कई बार इकट्ठा यात्रा किया है. ഏത് കവലയിലും അദ്ദേഹം പരിചയവും നടത്തും. वो जहां कहीं भी जिस जंक्शन में वो पहुंचे वहां पर वो आराधना और स्तुति और महिमा करते हैं. 5 കാര്യം വിളിച്ചു പറയും. वो 5 बातों को वहां पर खड़े होकर യേശു बताते ക്രിസ്തു हैं. പാപികളെ രക്ഷിക്കുന്നു. यीशु मसीह पापियों की रक्षा करता है. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. यीशु मसीह रोगों को चंगा करता है. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. यीशु मसीह पवित्र आत्मा को देता है. യേശു രാജാവായി വരുന്നു. यीशु मसीह राजा होकर दोबारा आ रहा നിന്റെ है. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. अपने परमेश्वर से मुलाकात करने के लिए तो उठ खड़ा हो. അത് നമ്മുടെ സ്ലോഗനാണ്. അത് നമ്മുടെ മുദ്രാവാക്യമാണ്. वो हमारा मुद्रा वाक्य है. പെന്തിക്കോസ്തുകാരന്റെ മുദ്രാവാക്യമായിരുന്നത്. पेंतिकोस लोगों का जो मुद्रा वाक्य था ഇപ്പൊ അതൊന്നും പറയാറില്ല. वो अभी बोलते ही नहीं. ഒന്നാമത്തേത് കട്ടിച്ച് പറയുന്നതേ ഉള്ളൂ. वो पहली बात हम बड़े मुश्किल से कहते हैं. പ്രിയ ബാബു സംസാരിച്ചപ്പോൾ भाई बाबू ने जब कहा, അതേ ഒരു സെപ്പറേഷൻ അത് കണ്ടല്ലോ. वहां पर एक अलगताई के बारे में आपने देखा. അതെ, നമ്മളൊരു സെപ്പറേറ്റ് ജനമാണെന്ന് പല കാര്യങ്ങളിൽ അറിയണം. ओ लोग ये बात जानना जरूरी है, हम बाकी लोगों से अलग है. ഇവിടെ പാട്ടുകാർ ഇന്നപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. यहाँ पर जब गाने वाला कोयर यहाँ पर खड़े थे, मैं प्रभु की स्तुति कर रहा था. ആ യൂണിഫോം, ആ യൂണിറ്റി കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. ओ उनके वस्त्र को, उनके यूनिफॉर्म को देखकर, उनके एकता को देखकर मैं बहुत खुश हुआ. അതിനൊരു സ്വാധീനം ഇല്ലെന്ന് ധരിക്കരുത്. ओ वहां पर किसी भी प्रकार की स्वाधीनता नहीं होना. വസ്ത്രത്തിന് സ്വാധീനമുണ്ട്. ओ हमारे वस्त्र पहनने में स्वाधीनता है. ഞാൻ പറയട്ടെ, मैं आपको बोलना चाहता हूँ, ബ്രിട്ടീഷ്
ഗവൺമെന്റ് സൈമൺ കമ്മീഷനെ ഇന്ത്യയിൽ അയച്ചു. ओ ब्रिटिश सरकार ने साइमन कमीशन को भारत में भेजा. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമോ? ओ भारत को क्या स्वतंत्रता देना है या नहीं? അതെ, അദ്ദേഹം ബോംബെയിൽ വന്നു. वो बॉम्बे में आए. ആസാദ് മൈതാനിൽ आजाद मैदान में 5 ലക്ഷം ജനങ്ങളാണ് ഗാന്ധിയുടെ കീഴിൽ അന്ന് കൂടിയത്. ओ 5 लाख लोग गांधी के नेतृत्व में वहां पर खड़े इकट्ठे हुए. അവരെ കണ്ട ഉടനെ സൈമൺ കമ്മീഷൻ എഴുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ. ओ वहां पर उन लोगों को देखकर साइमन कमीशन ने ये लिख दिया, भारत को स्वतंत्रता कर दो. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. वहां पर उसने इस प्रकार लिखा, their cap influenced me very much. और उनका जो ഗാന്ധി തൊപ്പി കണ്ടിട്ട് और गांधी का जो सिर में रखा हुआ जो टोपी यानी जो कैप है उसको देखकर वो बहुत प्रभावित हुए. കോൺഗ്രസിന്റെ തൊപ്പി കണ്ടപ്പോൾ, कांग्रेस की वो टोपी को देखकर, ജനങ്ങളുടെ ഐക്യം കണ്ടപ്പോൾ वहां पर लोगों की एकता को देखकर സൈമൺ കമ്മീഷൻ എഴുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. साइमन कमीशन ने लिख दिया, भारत को स्वतंत्रता दे दो. സഹോദരന്മാരെ, मेरे प्रिय भाई और बहनों, എല്ലാത്തിനും ഒരു വേർപാടും ഐക്യം ഉണ്ടെങ്കിൽ നാം നേടും ദൈവത്തിന് സ്തോത്രം. हर एक बातों के लिए अलगताई और एकता होगा तो हम प्रभु के नाम की स्तुति करेंगे. നമുക്കെതിരെ ഒരു സൈന്യത്തിന് നിൽക്കാൻ സാധ്യമല്ല. और हमारे विरोध में कोई भी सेना खड़ी नहीं हो सकेगी. ശത്രുവിനെ ഉന്നം വെച്ചുകൊണ്ട് നീ യുദ്ധം തുടങ്ങണം. शत्रु को निशाना बनाकर आपने युद्ध शुरू करना है. യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യം വേണം. युद्ध के लिए मतलब है हमारे लिए एक लक्ष्य होना जरूरी അത് है. നിന്റെ ദേശമായിരിക്കാം, वो हमारे लिए शायद देश हो सकता അത് है, യെരൂശലേമായിരിക്കാം, शायद वो यरूशलेम हो അത് सकता है, യഹൂദിയായിരിക്കാം, शायद वो यहूदी हो അത് सकता है, ശമരിയ ആയിരിക്കാം, वो समरिया का देश हो അത് सकता है, ഭൂമിയുടെ അറ്റത്തോളമാകാം. वो दुनिया का किसी भी कोई भी कोना 4 हो सकता സ്ഥലം നീ है. പിടിക്കണം. वो आप किसी भी स्थान को पकड़ना है. യെരൂശലേം നിന്റെ സ്വന്തം സ്ഥലമാണ്. यरूशलेम आपका खुद का स्थान है. യഹൂദിയ നിന്റെ സ്വന്തക്കാരാണ്. यहूदिया के लोग आपके खुद के घराने के लोग. ശമരിയ നിന്റെ ശത്രുക്കളാണ്. वो समरिया के लोग आपके शत्रु हैं. ഭൂമിയുടെ അറ്റത്തോളം അതേ ജാതികളാണ്. दुनिया के अंत तक अन्य जाति लोग रहते ആ हैं. 4 സ്ഥലത്തേക്ക് നീ പോകണം. उन 4 जगहों में आपको जाना है. ഏദൻ തോട്ടത്തിൽ 4 നദികൾ ഒഴുകിയല്ലോ. ओ आदन बाग में 4 प्रकार के नदियां बह निकलती है. ഹല്ലേലൂയ. हालेलुया. ദർശനം പ്രാപിച്ച ആൾക്കാര് दर्शन प्राप्त किए हुए लोग. ഇറങ്ങിയത് കൊണ്ടായില്ല. ओ इतना ही निकल गया, इतना ही नहीं. ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളവാൻ जब സാധ്യമല്ല. तक बलवान व्यक्ति को पकड़कर बांधते नहीं, उसके घर में हम लूट नहीं सकते. കുമ്പനാട്ട് കൺവെൻഷനിലെ പ്രസംഗം വ്യത്യസ്തമാണ്. कुम्भनाड यहाँ पे कन्वेंशन की जो प्रचार है वो अलग है. ഇതൊരു പെന്തിക്കോസ് യോഗമാണ്. ये एक पेंतिकोस लोगों की महासभा है. പെന്തിക്കോസ് യോഗത്തിൽ പെന്തിക്കോസ്തിന്റേതായ ശക്തി നമുക്കുണ്ടാകണം. पेंतिकोस्त महायोग में पेंतिकोस्त का शक्ति होना जरूरी है. ഇന്ത്യയെ കീഴടക്കാൻ പെന്തക്കോസ്തിന്റെ ശക്തിക്ക് സാധിക്കുള്ളൂ. भारत को अपने वश में करने के लिए पेंतिकोस्त की शक्ति के द्वारा ही हो सकता है. സാത്താനെ ബന്ധിച്ച് അവന്റെ കോപ്പ് കവർന്നു കളയണം. वो शैतान को बंदी बनाकर उसके घर में लूट करना जरूरी है. സാത്താന്റെ സിംഹാസനങ്ങളെ നിരോധിക്കണം. शैतान के सिंहासन को तोड़ देना है അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. और उसके तंत्रों को जानना जरूरी है. യേശുവിന്റെ അപ്രമാദിത്വം അവനിൽ അടിച്ചേൽപ്പിക്കണം. ओ यीशु मसीह के नाम पे उसको नीचे गिराकर सत्यानाश कर देना. ഒരു യുദ്ധത്തിനായി നിങ്ങൾ എഴുന്നേൽക്കുന്നെങ്കിൽ हम एक युद्ध के लिए खड़ा होते हैं तो ഒരിക്കലും നിങ്ങൾ സ്റ്റാഗ്നേറ്റ് ചെയ്തു പോകില്ല. ओ आप कभी भी सड़ाहट में नहीं रहेंगे, കാരണം നിങ്ങൾ യുദ്ധഭൂമിയിലാണ്. क्योंकि आप युद्ध की भूमि में हैं. ശത്രുവിനെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണ്. आप शत्रु के विरोध में युद्ध कर रहे हैं. സഭയുടെ വളർച്ചയില്ലായ്മയ്ക്ക് അന്തം കുറിക്കണം. ओ सभा की कलीसिया के जो बढ़ोतरी है उसके लिए आप आगे बढ़ना है. 40-50 വർഷമായിട്ട് 10 കുടുംബവുമായി കഴിയുന്ന സഭകളുണ്ട് നമുക്ക്. ओ कई ऐसी कलीसिया हैं जो 40 साल 50 साल पुराने हैं, आज भी 10 या 15 परिवार वहां पर इकट्ठा കർത്താവ് होते हैं. പ്രസാദിക്കുന്നില്ല. ओ परमेश्वर उससे खुश नहीं. സാത്താനുമായി പോരാടി शैतान के साथ युद्ध लड़कर ജനത്തെ അബദ്ധോപദേശത്തിൽ നിന്ന് വിടുവിച്ച് ओ लोगों को गलत उपदेशों से बचाकर ആ യുദ്ധം നീ തുടരണം. उस युद्ध को हमें पूरा करना है. അതിന്റെ പ്രധാന യുദ്ധരംഗം പ്രാർത്ഥനാ മുറിയാണ്. और सबसे प्रधान युद्ध के लिए सबसे प्रधान शास्त्र है वो प्रार्थना. ദർശനത്തോടെ പ്രാർത്ഥിക്കുക. दर्शन के साथ प्रार्थना करें. ആയിരങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. वो हजारों लोगों की संख्या को देखकर प्रार्थना करें. അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. उस बात को लिखकर प्रार्थना करें. ഉന്നം വെച്ച് പ്രാർത്ഥിക്കുക. हमेशा निशाना रखकर प्रार्थना करें. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. नाम लेकर प्रार्थना करें. വാജപ്പേയി ഇന്ത്യയിൽ ക്രിസ്തീയ ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്ന് വന്നപ്പോൾ ओ वाजपेयी जब मसीह लोगों के विरोध में उठने जा रहा है करके ये समाचार सुनाई दिया, എന്റെ പ്രാർത്ഥനയിൽ ദിവസവും 10 മിനിറ്റ് ഡൽഹിയിൽ അയാളുടെ മുറി കയറി നിൽക്കുമായിരുന്നു. ओ
ओ मेरा प्रार्थना हमेशा 10 मिनट दिल्ली के लिए मैं प्रार्थना करता हूं। ശരീരം ഇവിടെയാണെങ്കിലും ആത്മാവിന് ഡൽഹിയിൽ പോവാം. ओ मेरा शरीर यहाँ पर होता था परंतु मेरा आत्मा दिल्ली में। കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഡൽഹിക്കാരനെ കൺട്രോൾ ചെയ്യാം. ओ केरला में बैठकर आप दिल्ली में बैठे व्यक्ति को कंट्रोल कर सकते हैं, नियंत्रण അങ്ങനെ कर सकते എതിരായി നിൽക്കുന്നവരെ കൺട്रोल ചെയ്യാൻ നമുക്ക് പവർ ഉണ്ട്. हैं। ओ आपके विरोध में खड़े हुए व्यक्ति को नियंत्रण करने के लिए आपके पास एक शक्ति है, വലിയ ശക്തിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. आपके पास एक बहुत बड़ी शक्ति है। ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവിൽ അവനെ സ്പർശിക്കാൻ കഴിയും. शरीर में अगर हम दूर होंगे परंतु आत्मा के द्वारा हम उसे स्पर्श कर सकते हैं। പ്രാർത്ഥനയുടെ ശക്തിയാൽ प्रार्थना के शक्ति के द्वारा ഏത് ശക്തിയെ നിനക്ക് മാറ്റിവിടാൻ किसी भी കഴിയും. शक्ति को आप दूर कर सकते हैं। പെന്തക്കോസ്തുകാർ പ്രാർത്ഥനാ മുറികളായി തീരണം. ओ पेंतिकोस्टल लोग प्रार्थना के वीर होना അവരുടെ जरूरी है। സഭാ ഹാളുകൾ പ്രാർത്ഥനാ ഹാളുകളായി തീരണം. आपकी कलीसियाएं प्रार्थना के सभाएं में बदल जाएं। ദർശനത്തോടെ പ്രാർത്ഥിക്കുക. दर्शन के साथ प्रार्थना करें। ഉന്നം വെച്ച് പ്രാർത്ഥിക്കുക. आप एक बड़े निशाने के साथ प्रार्थना പേര് करें। പറഞ്ഞ് പ്രാർത്ഥിക്കുക. आप नाम लेकर प्रार्थना करें। എതിർക്കുന്ന സംഘടനയുടെ പേര് വെച്ച് वो പ്രാർത്ഥിക്കുക. आपके विरोध में जो लोग खड़े हैं उनके लिए आप नाम लेकर प्रार्थना करें। ജാതികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. जाति लोगों के नाम लेकर प्रार्थना करें। സ്വന്തം അതേ നമ്മുടെ ആൾക്കാർ രക്ഷിക്കപ്പെടുവാൻ നാം പ്രാർത്ഥിക്കുക. हमारे खुद के लोग रक्षा प्राप्त करने के लिए प्रार्थना ഇടിവിൽ करें। നിന്ന് പ്രാർത്ഥിക്കുക. आप लोगों के बीच में मध्य में खड़े होकर प्रार्थना അബ്രഹാം करें। സോദോമിന് വേണ്ടി പ്രാർത്ഥിച്ചു. ओ अब्राहम ने सोदोम गोमोरा के लिए प्रार्थना മോശ किया। ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചു. मूसा ने इस्राएलियों के लिए प्रार्थना किया। ദാനിയേൽ തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. दानिएल ने अपने लोगों के लिए प्रार्थना किया। പൗലോസ് യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. पौलुस ने यहूदी लोगों के लिए प्रार्थना किया। 5 പേർ 100 പേരെയും 5 लोग 100 लोगों के लिए, 100 10,000 ഓടിക്കും. ओ 100 लोग 10,000 लोगों को भगा सकते हैं। പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ്. प्रार्थना की शक्ति इतनी बड़ी है। ദേശത്തിന്റെ പാപം പരിഹരിപ്പാൻ, देश के पापों के ऊपर एक नियंत्रण करने के लिए ദേശത്തിന്റെ പാപം പുരോഹിതനായി നീ ഏറ്റെടുക്കണം. ओ देश का पाप अपने आप के ऊपर आप ले लेना। തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് आप अपने आप को हलीम करके പാപം ഏറ്റു പറയണം. पाप को परमेश्वर के सामने अंगीकार करना। മദ്യപാനി പാപം ഏറ്റു പറയില്ല. ओ शराबी कभी भी अपने शराब का या നീ पाप का അവന്റെ अंगीकार പാപം नहीं। ഏറ്റെടുത്തുകൊണ്ട് അവന് വേണ്ടി ഇടിവിൽ നിൽക്കണം. परंतु शराबी के पाप के लिए आप मध्यस्थता कर कर उसके पाप के लिए अंगीकार करना। വിഗ്രഹാരാധനയ്ക്കെതിരായി, ओ अन्य जातियों की मूर्ति पूजा के विरोध में ആഭിചാരത്തിനെതിരായി, और सभी प्रकार के व्यभिचार के विरोध में, മന്ത്രവാദത്തിനെതിരായി, सभी मंत्र तंत्र के विरोध में, മദ്യപാനത്തിനെതിരായി, सभी शराब के विरोध में, കവർച്ചയ്ക്കെതിരായി, हमेशा सब प्रकार की दुष्टता के विरोध में, അതേ സകല ദോഷങ്ങൾക്കുമെതിരായി, सभी प्रकार के दोष के विरोध में। പ്രൈസ് ദി ലോർഡ്. हालेलुया। പ്രാർത്ഥിക്കുവാൻ സഭ തയ്യാറാകണം. प्रार्थना करने के लिए कलीसिया तैयार हो जाएं। 2010 2010 में നീ പ്രാർത്ഥന ആരംഭിച്ചാൽ, अगर आप प्रार्थना शुरू करेंगे, പ്രൈസ് ദി ലോർഡ്, हालेलुया, ദൈവം വലിയ ഉണർവായിരിക്കും. प्रभु एक बड़े जागृति को भेजेगा। ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയെ ദൈവം ശക്തമായി इंडी ഉപയോഗിക്കും. पेंटिकोस्टल परमेश्वर की कलीसिया को प्रभु शक्तिमत कर रहा है। സഹോദരിമാരെ, സഹോദരന്മാരെ, मेरे प्रिय भाई और बहन हो, ഈ പോരാട്ടമുള്ളത് നമുക്ക് ജഡരക്തങ്ങളോടല്ല. हमारा ये युद्ध मांस और लहू के साथ नहीं। 2 മണിക്കൂറെങ്കിലും 2 घंटे कम से कम തനിക്ക് വേണ്ടിയും आप अपने लिए, സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാത്തവൻ, कलीसिया के लिए और अपने लिए जो व्यक्ति प्रार्थना नहीं करता, ഒരു സംഘാടകൻ, एक ऐसे व्यक्ति जो इस प्रकार की ഒരു രാഷ്ട്രീയക്കാരൻ, एक राष्ट्रीय व्यक्ति, EM ബൗൺസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. एक व्यक्ति जिसने प्रभु के दास ने इस प्रकार कहा, मैं वो कह रहा हूं, 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാത്തവൻ, 2 घंटे अगर कोई व्यक्ति अपने जीवन में हर रोज प्रार्थना नहीं ഒരു करता, സംഘാടകൻ, एक ऐसा व्यक्ति ഒരു जो किसी, രാഷ്ട്രീയക്കാരൻ, एक राष्ट्रीय व्यक्ति, നമ്മുടെ ശക്തി തെളിയിക്കുന്ന പ്രാർത്ഥനയിൽ കൂടിയാണ്. हमारी शक्ति प्रार्थना के द्वारा ही बाहर दिखाई देती है। ആ വലിയ തിയോളജി കൊണ്ടല്ല, वहां पर थियोलॉजी की जरूरत नहीं, വലിയ ഡിഗ്രി കൊണ്ടല്ല, बड़ी डिग्री के द्वारा नहीं। സാധാരണക്കാരായ ആളുകളെ ഈ കേരളത്തിൽ ദൈവം ഉപയോഗിച്ചു. साधारण लोगों को प्रभु इस केरला में उपयोग कर सकता है। Let us multiply. हम आगे गुणात्मक तौर में बढ़ोतरी करें, അതെ, ദൈവത്തിന് വേണ്ടി നമുക്ക് ഫലം കഴിക്കാം, परमेश्वर के लिए हम फल लाए, നമുക്ക് വർദ്ധിക്കാം. हम बढ़ोतरी करें। വർദ്ധിക്കുന്നത് बढ़ोतरी करना, ദൈവം പ്രവർത്തിക്കും, परमेश्वर कार्य करना जरूरी है। പക്ഷേ നമ്മൾ കൂട്ടുപ്രവർത്തകരാണ്. ओ हमारे बीच में साहब जो कार्य करने वाले हैं, കോ ക്രിയേഷൻ തിയറി എന്ന് പറയും. को क्रिएशन थियरी, ദൈവവും ഞാനും കൂടെ ചേർന്ന്, परमेश्वर और मैं इकट्ठा मिलकर, എന്നെ കൂടാതെ ദൈവത്തിനും मेरे बगैर परमेश्वर को, ദൈവത്തെ കൂടാതെ എനിക്കും परमेश्वर के बगैर मुझको ഒന്നും ചെയ്യാൻ സാധ്യമല്ല. कुछ भी नहीं कर सकते। പ്രൈസ് ദി ലോർഡ്. हालेलुया। നിങ്ങളുടെ സഭ വളരുന്നുണ്ടോ? आपके कलीसिया क्या बढ़ोतरी कर रही है? പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? आप क्या अपने परंपरा को बोलकर बैठे हैं? നിന്റെ മിനിസ്ട്രി ഫ്രൂട്ട്ഫുൾ ആണോ? आपकी सेवकाई क्या फलवंत है? അതോ നീ നിരാശനാണോ? आप क्या निराश है? എങ്കിൽ
अगर ऐसे हैं, അതിനുള്ള പരിഹാരം उसके लिए एक ही मार्ग है। turn back to the prayer room, प्रार्थना के उस कक्ष में have वापस the जाएं। fellowship with the Holy Spirit, पवित्र आत्मा के साथ एक संबंध बनाए। fight with the devil. शैतान के साथ युद्ध लड़े। അവന്റെ കോപ്പ കവർന്നു കളയാൻ നിനക്ക് സാധിക്കും. उसके राजधानी को हम सत्यानाश कर सकते Praise हैं। the Lord. हालेलुया। അങ്ങനെയെങ്കിൽ अगर ऐसा है तो ഈ മുരടിച്ച അവസ്ഥയിൽ നിന്ന് മാറ്റം വരും. ये हमेशा जो सड़हट की अवस्था है उसमें से एक भिन्नता आएगी। ഈ സഭയ്ക്ക് ദോഷം വരുത്തുന്ന എല്ലാറ്റിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. कलीसिया के विरोध में जो भी प्रकार के दोष है परमेश्वर उससे आपको छुटकारा देगा। പെന്തിക്കോസ് പ്രാർത്ഥിക്കുന്ന സഭയാണ്. पेंतिकोस्तल कलीसिया प्रार्थना करने वाली പെന്തിക്കോസ് വേർപെട്ട സഭയാണ്. पेंतिकोस्त कलीसिया एक अलग जीवन व्यतीत करने वाली है। Praise the Lord. हालेलुया। അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് ഈ നാട്ടിൽ അനേകർ രക്ഷിക്കപ്പെട്ടു വരാൻ കാരണമായത്. उनके कामों को देखकर इस गांव में इस शहर में लेने वाले कई लोगों ने प्रभु को ग्रहण किया। അമേരിക്കയിലെ വർണ്ണ വിവേചനം അവസാനിച്ചത് പെന്തിക്കോസ് വന്നു കഴിഞ്ഞാൽ अमेरिका में जो वर्ग विवेचन है वो पेंतिकोस का कार्य शुरू होने के बाद ही समाप्त हुआ। ചാർൽസ് സ്പർഹാം കറുത്തവനായിരുന്നു. चार्ल्स स्परहाम काले रंग का व्यक्ति था। വില്യം സൈമൂർ കറുത്തവനായിരുന്നു. विलियम साइमूर काले रंग का व्यक्ति था। പക്ഷേ परंतु വെള്ളക്കാരാണ് കൂടുതൽ ആകർഷിക്കപ്പെട്ടത്. परंतु सफेद लोग जो सफेद अंग्रेज है वो उसके प्रति ज्यादा आकर्षित। അമേരിക്കയുടെ ചരിത്രം മാറ്റാൻ കാരണം ഈ ആത്മപകർച്ചയാണ്. आत्मा का अमेरिका का चरित्र जिसने बदला वो आत्मा का कार्य ഈ है। മലങ്കരയിൽ यही इस जगह में അതെ സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസം കൂടാതെ कभी भी छोटे और बड़े में भिन्नता ना रखते हुए അതെ പാവപ്പെട്ടവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ गरीब और धनी में कोई अंतर ना रखते हुए നമ്മുടെ കർത്താവിന്റെ ദാസന്മാർ പ്രവർത്തിച്ചത് കൊണ്ടാണ് हमारे प्रभु के दासों ने कार्य किया। ആയിരങ്ങൾ ഇന്ന് രക്ഷയിലേക്ക് इसलिए हजारों लोगों की संख्या में लोगों ने प्रभु को जाना। Praise the Lord. हालेलुया। ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, कल एक व्यक्ति ने मुझसे कहा ആളുകളെ കാണാനായിട്ട് നമുക്ക് നേരെയില്ല. लोगों को मिलने के लिए मुझे पास समय नहीं है। വീട്ടിൽ നിന്ന് കാറെ കയറും, घर से कार में आकर बैठते हैं വീടിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങും. और उसके बाद घर के सामने आकर उतर जाते हैं। പണ്ടൊക്കെ 1 കിലോമീറ്ററിലൊക്കെ നടക്കുമായിരുന്നു. पहले तो ये हो जाता था। അന്ന് അയൽവക്കത്തെ തോമാച്ചനെയും കറിയാച്ചനെയും ഒക്കെ അറിയായിരുന്നു. उन दिनों में हमारे पड़ोस में रहने वाले थोमाचान और करियाचान को हम जानते थे। ഇപ്പൊ കമ്പാർട്ട്മെന്റ് ലൈഫാ. परंतु अभी कंपार्टमेंट जीवन है। അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും ഇല്ല. वहां इधर और उधर में कोई संबंध नहीं। ഒരുത്തൻ വീട്ടിൽ വന്നാൽ സിറ്റ് ഔട്ട് വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നോളൂ. अगर कोई घर में आए तो घर के अंदर प्रवेश नहीं कराते, बाहर सिट आउट है। ആളുകളുമായി ബന്ധമില്ല. लोगों के साथ कोई संबंध नहीं। കൂടുതൽ ആളുകളെ പിടിക്കണമെങ്കിൽ കൂടുതൽ നമ്മൾ ആളുകളുമായി ബന്ധപ്പെടണം. ज्यादा लोगों को हमने जीतना है तो ज्यादा लोगों के साथ संबंध होना जरूरी നമുക്ക് है। നമ്മളെ തന്നെ സമർപ്പിക്കാം. आइए हम अपने आप को प्रभु के सामने समर्पण करें। നമുക്കൊരു വലിയ ദർശനത്തോടെ മുന്നോട്ട് പോകാം. एक बड़े दर्शन के साथ हम आगे बढ़ोतरी करें। ഇന്ത്യൻ ബന്ധക്കോസ്ത് സഭയെ കുറിച്ച് വലിയ പ്രത്യാശ എനിക്കുണ്ട്. इंडिया पेंटिकोस्टल चर्च के लिए परमेश्वर एक बहुत बड़ा दर्शन रखता है। ആയിരം വിശുദ്ധന്മാർ, हजारों की संख्या में पवित्र लोग അതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി और इस प्रस्थान के लिए തങ്ങളുടെ ജീവിതം അർപ്പിച്ചതാണ്. अपने जीवन को समर्पण किया है। തുടർന്ന് അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. आइए आगे वाले दिनों में भी ऐसा ही होता रहे। വടക്കേ ഇന്ത്യയിൽ നിന്നല്ല ഇവിടെ ആളുകൾ വന്ന് പാടിയല്ലോ. उत्तर भारत से कल भाइयों ने यहाँ पर आकर गाना गाया। വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ പോവുകയാണ്. बहुत बड़ा एक बदलाव होने जा रहा है। ദൈവം നമുക്ക് സഭകളെ തരാൻ പോവുകയാണ്. प्रभु हमारे लिए और भी कलीसिया देने जा Praise रहा the है। Lord. हालेलुया। ഞാൻ എന്റെ വാക്ക് ഇവിടെ मैं അവസാനിപ്പിക്കാം. यहाँ पर अपने शब्दों को समाप्त करता हूँ। പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. प्रार्थना के लिए हम तैयार हैं। പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് നിറയാം. पवित्र आत्मा की शक्ति से हम भर जाएं। നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം. आप लोग अच्छे से दौड़ रहे थे, वो सत्य നിങ്ങളെ है। തടഞ്ഞ ശക്തി എന്താണെന്ന് കണ്ടുപിടിക്കുക. परंतु आपको रोकी हुई शक्ति कौन है उसे जानना जरूरी है। ഹല്ലേലൂയ. हालेलुया। തുറന്നുള്ള യോഗങ്ങളിലും आने वाले प्रभु की सभाओं में ദൈവം നമ്മളെ അനുഗ്രഹിക്കും. परमेश्वर हम सबको आशीष दे। God bless you all. परमेश्वर हम सबको आशीष दे।